നരേശ സാർ, കൂടൽമാണിക്യം ജാതി ഭ്രാന്തിൻ്റെ കൂടാരം എന്നൊക്കെ പറഞ്ഞൊന്ന് കത്തിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഉദ്ദേശിച്ച പോലെ കത്തിയില്ല. നിയമസഭയിൽ ചർച്ച ചെയ്തു. എന്തൊരാവശ്യമായിരുന്നു ദേവസ്വം മന്ത്രിക്ക് ഈ വിഷയത്തിൽ സംസാരിക്കാൻ. പക്ഷേ അവിടെയാണ് ഭഗവാൻ ബാലുവിനെ തന്നെ നിയോഗിച്ചത്. സത്യം ബാലുവിൻ്റെ വാക്കുകളിലൂടെ പുറത്ത് വന്നു. ബാലു പറഞ്ഞത് തന്നോട് ജാതീയമായി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. 10 ദിവസം ജോലി ചെയ്തതിനിടയിൽ ഒരിക്കൽ പോലും അത്തരത്തിൽ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. തനിക്ക് താല്പര്യം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിച്ച ദേവസ്വം ഓഫീസിലെ അറ്റൻഡർ ജോലിയാണ്. അതാണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ അദ്ദേഹം കഴക്കാരനായ മതി എന്ന് ഇപ്പോൾ ശാഠ്യം പിടിക്കുന്നവരുടെ ചേതോവികാരം എന്തായിരിക്കും നടേശ സർ? നമസ്കാരം. അതിൻ്റെ ചേതോവികാരത്തെക്കുറിച്ച് നേരത്തെ സംസാരിച്ച 2 വ്യക്തികൾ കൃത്യമായി അവതരിപ്പിച്ചു. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ 1950 മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തുടങ്ങിയ കാലം മുതൽ ഇപ്പൊ നമുക്ക് 5 ദേവസ്വം ബോർഡാണുള്ളത്. ഈ 5 ദേവസ്വം ബോർഡും ഭരിക്കുന്നത് ഇടത് വലത് കക്ഷി. ഏറ്റവും കൂടുതൽ ഭരിച്ചിട്ടുള്ളത് ഇടതുകാരാണ്. അപ്പോ ഇപ്പോഴും ജാതി ഉണ്ട് എങ്കിൽ അതിന് കൃത്യമായി ഉത്തരം പറയേണ്ടത് ഇവരാണ്. കാരണം 3000-ഓളം ക്ഷേത്രങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത് തമ്പുരാക്കന്മാരാണ്. ക്ഷേത്രത്തിലെ പണം ഉപയോഗിച്ച് കൊടിവെച്ച കാറിൽ നടക്കുന്ന ഈ ആളുകളാണ് ഇവിടെ ജാതി ഉണ്ട് എങ്കിൽ കൃത്യമായി ഉത്തരവാദികൾ അവരാണെന്നതാണ്. അതുകൊണ്ട് പിന്നെ നമ്മുടെ നാട്ടിൽ ജാതി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴും ജാതി ഉണ്ട്. അതിനെക്കുറിച്ച് വിവേകാനന്ദ സ്വാമികൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അതിനുശേഷം നടന്നതായ പ്രവർത്തനങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. ഇന്നേക്ക് കൃത്യം 100 വർഷങ്ങൾക്ക് മുമ്പ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ കണ്ടെത്തുന്ന ദിവസമാണ് ഇന്ന്. ഈ ദിവസം ചർച്ച ചെയ്ത വിഷയം ഇത് തന്നെയായിരുന്നു എന്നുള്ളതാണ്. അതായത് ക്ഷേത്രങ്ങളിലാവട്ടെ ഒരിടത്തും ജാതിയും ജാത്യാചാരങ്ങളും ആണ് ഹിന്ദുവിനെ തമ്മിലടിപ്പിക്കുന്നത്. അത് ഇല്ലാതാവണം. മനുഷ്യനായി പിറവിയെടുത്ത എല്ലാവരും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ തന്ത്രിസ്ഥാനം മുതൽക്ക് ഇങ്ങോട്ട് എല്ലാം നിർവഹിക്കണമെന്ന് പ്രഖ്യാപിച്ചത് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 1987 ചേന്നമംഗലത്തെ പാലിയം വിളംബരമാണ്. മഹാനായ മാധവജിയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. ഈ പാലിയം വിളംബരം കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ പാലിക്കണം എന്ന് ദീർഘകാലമായിട്ടുള്ള ഒരു ആവശ്യമാണ്. ഇതേ കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ എന്താ പറയാ ഭക്തജനങ്ങൾ ഗുരുദേവ ജയന്തിക്കും പണ്ഡിറ്റ് കറുപ്പന്റെ ജന്മജയന്തിക്കും മാർച്ച് നടത്തിയിട്ട് പറഞ്ഞത് ഇവിടെ പാലിയം വിളംബരം നടപ്പിലാക്കണം എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഇവരത് തയ്യാറാവാത്തത്? കൃത്യമാണ്. ഇവിടെ ജാതിയെ ഊട്ടിയുറപ്പിക്കുന്നത് ഈ ഭരിക്കുന്ന കക്ഷികൾ തന്നെയാണ്. അതിൽ നിന്നും അവർക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യതയില്ല. മറ്റൊരു കാര്യം, ഇതിലെ തിരക്കഥ എല്ലാം വളരെ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചൊരു സംഭവമാണ്. അതായത് ഒരു ഈഴവൻ വരുന്നു, അതിൻ്റെ ഇപ്പുറത്ത് സവർണർ വരുന്നു, അതിൻ്റെ തൊട്ടിപ്പുറത്ത് മൂന്നാമനായിട്ട് നവോത്ഥാന മൂല്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകിട്ടുള്ളതായ മന്ത്രിമാര് വരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സാധനമാണ്. കാരണം ഈഴവ സമുദായം ഇന്ന് പഴയതുപോലെയല്ല. അവര് സനാതനധർമ്മത്തെയും ഹിന്ദുത്വത്തെയും ശരിക്ക് പഠിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഗുരുദേവ കൃതികളുടെ എല്ലാ അടിസ്ഥാനത്തില് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ പഠിക്കുന്ന സമൂഹം ഇപ്പോ പഴയതുപോലെ ഇവർക്ക് ചാവേറ് ആവാൻ അവരെ കിട്ടുന്നില്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന ഇലക്ഷനിൽ ഈ സമുദായത്തെ പിടിച്ചു നിർത്തണമെങ്കിൽ ജാതി എന്ന ആയുധം എടുത്ത് പയറ്റുക എന്നതാണ്. ഇതാണ് ഇതിന്റെ തിരക്കഥ. ഇതിന് വേറൊരു വേർഷൻ കൂടിയുണ്ട്. അതായത് ഈ അടുത്ത കാലം നമ്മൾ വായിച്ചത് ഷർട്ട് വിവാദം. ഇതിന്റെ ഈ ഷർട്ടിട്ട് ഏതെങ്കിലും ഒരു കീഴാളനെ ക്ഷേത്രങ്ങളിൽ കയറ്റുകയും
അവിടെ ഏതെങ്കിലും ഒരു മുതിർന്ന ഒരു അല്ലെങ്കിൽ ഒരു സവർണ വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു കശപശ ഉണ്ടാക്കുകയും അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ഒരു വലിയ കലാപം ഉണ്ടാക്കുക എന്ന തിരക്കഥ ഉണ്ടാക്കി വെച്ച് ഇട്ടുള്ളത് ഈ പറഞ്ഞ ബുദ്ധിജീവികളും ഇടതുപക്ഷക്കാരുമാണ്. പറഞ്ഞല്ലോ, അവരാണ് 3000 ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത്. ഇനി ബാക്കിയുള്ള ക്ഷേത്രങ്ങളെല്ലാം മതേതര ക്ഷേത്രങ്ങളായി ഭരിച്ചുകൊണ്ടിരിക്കുന്നു അവർ തന്നെയാണ്. അത് ഇടപെടണമെന്നും അതിൽ കയറിക്കൂടണമെന്നും അത് കയറിക്കൂടി അവിടുത്തെ ആചാരങ്ങളെയെല്ലാം നശിപ്പിക്കണം എന്നുള്ളത് കൃത്യമായ അജണ്ടയാണ്. ഇതെല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. പക്ഷെ ഓർക്കുക, ഇത് തീ വെച്ചുള്ള കളിയാണ്. ഈ കളിയുടെ ഫലം എന്താണെന്ന് അറിയണമെങ്കിൽ ജമ്മു കാശ്മീരിലും പശ്ചിമ ബംഗാളിലും ഒക്കെ ഞാൻ പോകേണ്ടതുണ്ട്. മിനിഞ്ഞാന്ന ഈ സമയത്ത് ഞാൻ കൽക്കത്തയിലായിരുന്നു. കൽക്കത്തയിലെ പല ക്ഷേത്രങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ ഭരിച്ചിരുന്നതായ കമ്മ്യൂണിസ്റ്റുകാരൻ കളിച്ച കളിയുടെ തനിയാവർത്തനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ഡ്രൈവറായ പഴയകാല കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞത്, സാറേ, ഞങ്ങളുടെ ആളുകൾ കാണിച്ച തെറ്റാണ് ഇന്ന് ഇവര് ആവർത്തിക്കുന്നത്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. ഇതേ സംഭവമാണ് കേരളത്തിലും ഇവര് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം സാമ്പത്തികമായും സൈനിക ശക്തിയിലും അതിശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാടിനെ തകർക്കേണ്ടത് നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ ആവശ്യമാണ്. അവർക്കൊരിക്കലും നമ്മളെ നേരിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ ഇവിടെയുള്ളതായ അർബൻ നക്സലൈറ്റുകളെയും ജിഹാദികളെയും തീവ്ര ഇടതുപക്ഷ ആളുകളെയും വിലക്കെടുത്തിരിക്കുകയാണ്. അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായ കൃത്യമായ അജണ്ടയാണ് പല ക്ഷേത്രങ്ങളിൽ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവിടെ നടക്കുന്നത്. അപ്പോ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടന്നത് ഒറ്റപ്പെട്ടൊരു സംഭവമല്ല എന്ന് മനസ്സിലാക്കണം. ഇത് തികച്ചും ഒരു തൊഴിൽ തർക്കമാണ്. ഈ തൊഴിൽ തർക്കം നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായിട്ടുള്ളതാണ്. ഇതുപോലുള്ളത് ഇതിൽ ജാതി ഇല്ല, തീരില്ല എന്നുള്ള കാര്യത്തിൽ നമ്മൾ ആരും സമ്മതിക്കുന്നില്ല. ജാതി ഉണ്ട്, കുറച്ചൊക്കെ ജാതി ഉണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലുള്ള ഒരു വിഷയമല്ല, ഇത് തൊഴിൽ തർക്കമാണ്. കാരണം ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞിരുന്നല്ലോ. 2003 സർക്കാർ ഒരു റെഗുലേഷൻ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന റെഗുലേഷൻ പോലും നിയമവിരുദ്ധമാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കേസ് നടക്കുകയാണ്. ആ കേസിന്റെ വിധി പറയുന്നത് ഫെബ്രുവരി 25 ആയിരുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകമായിരുന്നു 24 തീയതി ആ മനുഷ്യനെ നിയമിച്ചത്. അദ്ദേഹത്തിന് ഒരുപക്ഷെ എന്നല്ല, അദ്ദേഹത്തിന് ആഗ്രഹമില്ലായിരുന്നു ഈ കളിക്ക് നിൽക്കാൻ. പക്ഷെ അദ്ദേഹത്തെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കുകയായിരുന്നു. കരുവാക്കിയതാണ്. കാരണം അദ്ദേഹത്തിന്റെ ജാതി ഇവര് നേരത്തെ കണ്ടുവച്ചിട്ടുള്ളതാണ്. എന്നിട്ടാണ് കഴകക്കാരൻ അവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് ഇപ്പൊ പിടിവാശി ആർക്കാണ്? ദേവസ്വം മന്ത്രിക്കാണ്. ഇനി ഈ ജോലി ചെയ്യിക്കാത്തത് തന്ത്രിമാരാണെന്നാണ് പറയുന്നത്. തന്ത്രിമാരാണ് ഒരു ഭീകരന്മാരെന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ തന്ത്രിമാരെ ഏതെല്ലാം തരത്തിൽ ആക്ഷേപിക്കാമോ ആ തരത്തിൽ മുഴുവനും ആക്ഷേപിക്കുകയും ഇന്ദ്രനെയും ചന്ദ്രനെ പോലും പേടിയില്ലാത്ത ആളുകളാണ് തന്ത്രിമാരെ. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ ഈ പ്രശ്നം വളരെ കൃത്യമായ ഒന്നാണ്. അതിൽ ഇവരുടെ മനസ്സിലുള്ളതായ ജാതീയത പുറത്തെടുത്ത് പയറ്റുന്നു. അതിന്റെ ലക്ഷ്യം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഈ തരത്തിലുള്ള ഒരു കലാപത്തിലേക്ക് നീങ്ങുന്നതായ ഇതിൽ നിന്നു കൊടുക്കരുത്. ഇത് ആളുകൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, മുൻകാലങ്ങളിൽ അത്തരത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ദുർബലരായ ഹിന്ദു സമൂഹം അനങ്ങാതിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല എന്ന കാര്യവും അറിയാം. അതുകൊണ്ടാണ് ഈ ഉള്ളിൽ വിഭജനം ഉണ്ടാക്കുന്നത്. ഇതേ ആളുകൾ തന്നെയാണ് കുംഭമേള ചൊറിച്ചിലാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്. മനസ്സിലായില്ലേ? കാരണം എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് നടേശ സാറേ. ഏതാ? എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. അതാണ്, ഇവരെല്ലാവരും ഒരേ തൂവൽ പക്ഷികളാണ്. പക്ഷെ തൂവൽ പക്ഷികളോട് പറയാനുള്ള ഒരൊറ്റ കാര്യം, നമ്മളുടെ രാജ്യത്തെ നിലനിർത്തുന്ന വലിയ സമ്പത്ത്, വലിയ തൊഴിൽ
നമ്മുടെ കല, ശാസ്ത്രം ഇതെല്ലാം നിൽക്കുന്നത് ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ആ ക്ഷേത്രങ്ങൾ ഇല്ലാതായാൽ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരമാണ് ഇല്ലാതാവുന്നത്. അതുകൊണ്ട് അതിന് നിന്നു കൊടുക്കരുത്. പിന്നെ ചില പുരോഗമനവാദികൾ ഇന്ന് ഇരിങ്ങാലക്കുടയില് എന്താ പറയുക, വലിയ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് വേറൊരു നാടകമാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് രാജ്യം ഭരിക്കുന്ന ആളുകളുടെ, ഈ നാട് ഭരിക്കുന്ന എന്ന് വെച്ചാലേ ദേവസ്വം ബോർഡ് കാലാകാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന തമ്പുരാക്കന്മാരുടെ മണിമേടയിലേക്കാണ് അവർ പോയി സമരം ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പാവങ്ങൾ പിടിച്ച ആളുകളുടെ അടുത്തല്ല ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യം വളരെ കൃത്യമായി ജാതി കളി കളിക്കുന്നത് അങ്ങേയും തെറ്റാണ്. ഇനി ജാതീയതയ്ക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട വിഷയം ഇതിന് ഈ ബാലു എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഇപ്പൊ തുറന്നു പറഞ്ഞിട്ടില്ല, എനിക്ക് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പൊ സംഭവിച്ചു, അതല്ല ജാതി ഉണ്ട് എന്ന് പറയുന്നത് ഇവരാണ്. ഇത് വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ കടമെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ കുലംകുത്തികളായ ചില ആളുകൾ, മനസ്സിലായില്ലേ, ദേവസ്വം ഭരിക്കുന്നതായ കുലംകുത്തികളായിട്ടുള്ള ആളുകൾ കൃത്യമായി നടപ്പിലാക്കുന്ന പരിപാടിയാണ് ഇത്. എല്ലാ കാലവും നടന്നതുപോലെ നടക്കില്ല ഈ ജാതിക്കളി കളിച്ച്. പിന്നെ മറ്റൊരു കാര്യം പൊതുസമൂഹത്തിന്റെ അറിവിലേക്ക് പറയുകയാണ്. ഞാൻ സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകനാണ്. സംസ്കൃത സർവകലാശാലയുടെ കേന്ദ്രങ്ങൾ പൂട്ടുക എന്നത് ഇവരുടെ ഒരു അജണ്ടയായിരുന്നു. അതിന്റെ ഭാഗമായി തൃശൂർ സെന്റർ അടച്ചുപൂട്ടി. ഈ തൃശൂർ സെന്ററിന് സ്ഥലം ഇരിങ്ങാലക്കുടക്കടുത്ത് കൊടുക്കാം, അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള ആളാണ്. പക്ഷെ അത് ബ്രാഹ്മണിക് ഹെജുമണിയുള്ള സ്ഥലമാണ്, വേണ്ട എന്ന് പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ ആളുകളാണ്. പറഞ്ഞു വരുന്നത് അത് പൂട്ടി. ഇതുപോലെ തന്നെയാണ് ക്ഷേത്രങ്ങൾ ഇല്ലാതാക്കാനുള്ള മറുതന്ത്രം കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം തകർത്തിട്ട് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? സിറിയയിലേക്കാണോ അഫ്ഗാനിസ്ഥാനിലേക്കാണോ എന്ന ചോദ്യമാണ് ഇവിടെ പൊതുസമൂഹത്തിനോട് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ജാതിയുടെ പേരിലുള്ളതായ ഈ കളി നിർത്തണം. ഇത് തൊഴിൽ തർക്കമാണ്. ഈ തർക്കം പരിഹരിക്കാനുള്ള നിയമ സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ആ നിയമ സംവിധാനത്തിലൂടെയാണ് നമ്മൾ പോവേണ്ടത്. അതല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ പോവരുത് എന്നതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. സിറിയയുടെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ പേര് പറഞ്ഞ അപ്പ കേസാണ്.